എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇത് സംഭവിച്ചതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അവർ ഒളിച്ചോടാൻ നേരത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നീ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും നീ പറഞ്ഞാൽ ഞാൻ ആളെ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യാൻ, ഒരു ദിവസത്തെ സ്റ്റേക്കൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അവനൊരു അത്യാവശ്യത്തിന് പോയതാണ്. അവിടെ വിഷയമായി, അവരുടെ വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ സ്വയമേ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവൾ മരണപ്പെട്ടതായിട്ട് കരുതിയിട്ട് ചടങ്ങൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ്റെ മതത്തിലേക്ക് നീ വാങ്ങുന്നു, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നീ എന്താണോ, നീ ഇത്രയും നാൾ എങ്ങനെയാണോ നീ നിന്നത് അതുപോലെയാണ് നീ മുന്നോട്ട് പോയാൽ മതി. നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പോൾ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളാണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അയ്യപ്പൻ്റെ ഇതൊക്കെ ഇരുമുടിക്കെട്ടോ എല്ലാം അവളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഈ മതം ജാതി അതൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഞാൻ കൂടുതലും സംസാരിക്കാത്തത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം സെൻസറുകാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തരും. എൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വരുത്തുള്ളൂ.